എന്തൊരനീതിയാണിത്! ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് വേണ്ടിയിട്ട് കച്ചകെട്ടി നടക്കുന്ന ഈ സമയത്ത് ഭാരതത്തിൻ്റെ 2 പുത്രിമാർ അന്യായമായി നീതി നിഷേധിക്കപ്പെട്ട്, അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട്, കൽത്തുറുങ്കിൽ അടക്കപ്പെട്ടിട്ട് ദിവസം 5 ആകുന്നു. ഭാരതത്തിൻ്റെ ഭരണ സംവിധാനം ഒന്നും അവർക്ക് നീതി നടപ്പാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നില്ല എന്നുള്ളത് എത്രയോ പ്രതിഷേധാർഹമാണ്. ആരാണ് ഭാരതത്തെ ഭരിക്കുന്നത്? ബജ്രംഗദൾ പോലുള്ള മത തീവ്രവാദ സംഘടനകളാണോ, അതോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണോ? BJPയുടെ ഒരു പോഷക സംഘടനയായ ഈ ബജ്രംഗദൾ എങ്ങനെയാണ് നിയമം കയ്യിലെടുക്കുവാൻ വേണ്ടിയിട്ട് ആരാണ് അവർക്ക് അധികാരം നൽകിയത്? അന്യായമായ 2 കന്യാസ്ത്രീകളെ തുറുങ്കിലടക്കുവാൻ വേണ്ടിയിട്ട് എത്രയോ നുണക്കഥകളാണ് അവർ മെനഞ്ഞെടുത്തത്. ആ നുണക്കഥകളെ വെള്ളം തൊടാതെ വിഴുങ്ങുവാൻ ഭരണ സംവിധാനങ്ങളും തയ്യാറായപ്പോൾ 2 ഭാരതപുത്രിമാർക്ക് അന്യായമായി തടവ് ശിക്ഷയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ ക്രൈസ്തവ സഭ നൽകിയ സംഭാവനകളെക്കുറിച്ചൊന്നും ഞാൻ വിവരിക്കുവാൻ വേണ്ടിയിട്ടല്ല പരിശ്രമിക്കുന്നത്. മറിച്ച് ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ട്, ഭാരതത്തിൽ മതപരിവർത്തനമായിരുന്നു ക്രൈസ്തവ സഭ നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനികളുടെ എണ്ണം, ക്രിസ്ത്യാനികളുടെ ശതമാനം 2.5% താഴെ ആകുമായിരുന്നെന്ന് ആർക്ക് വിശ്വസിക്കാൻ കഴിയും? ഭാരതത്തിൽ ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ എണ്ണമെന്ന് എടുത്തു നോക്കുക. ഏത് സ്ഥാപനത്തിലാണ് മതപരിവർത്തനത്തിന് വേണ്ടി, നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് തെളിവുള്ളത്? എത്രയോ സ്കൂളുകളിലാണ് ഇന്നത്തെ ഭരണത്തലവത്തിരിക്കുന്ന പല വ്യക്തികളും, ഉന്നത ശ്രേണികളിലിരിക്കുന്ന പല ക്രൈസ്തവരും അക്രൈസ്തവരും പഠിച്ചിറങ്ങിയത്. ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ ക്രിസ്തീയ സ്കൂളിൽ ഒരു കുട്ടിയെ മതപരിവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ ഒരടയാളം കാണിച്ചു തരാമോ? ഒരു തെളിവ് തരാമോ? എത്രയോ ക്രൈസ്തവ സ്ഥാപനങ്ങൾ, ആശുപത്രികളിൽ നേഴ്സുമാരായും അതുപോലെ തന്നെ ഡോക്ടർമാരായും അതുപോലെ മറ്റ് ക്ലീനിങ് സ്റ്റാഫായിട്ടും മറ്റിതര ജോലികൾക്കുമായി എത്രയോ അക്രൈസ്തവരായിട്ടുള്ളവർ കേരളത്തിൽ നിന്നും ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയെല്ലാം മാറി മാറി ജോലി ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം നടന്നതിൻ്റെ ഒരു തെളിവ് ആർക്കെങ്കിലും കാണിക്കാൻ കഴിയുമോ? ഇല്ലെന്നേ. ക്രൈസ്തവ സഭ ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനത്തിന് ഒരിക്കലും പോകാറില്ല. ക്രിസ്തുവിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട് വരുന്നത് ഒരിക്കലും ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടാവില്ലെന്നേ. ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെട്ട് വരുന്നവരാണ് ക്രിസ്ത്യാനികളായി മാറുന്നത്. അങ്ങനെ വരുന്നവരെ ഒരു നിയമത്തിനും ഒരു വാളിനും തടക്കാനാവില്ല എന്നുള്ളതും ചരിത്രം തെളിയിച്ച യാഥാർത്ഥ്യമാണ്. അത് ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തെവിടെയും. ഈ കന്യാസ്ത്രീമാർ അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ട് 3 കുട്ടികളെ കൊണ്ടുവരുവാൻ വേണ്ടി പോകുമ്പോൾ എന്തെല്ലാം നുണക്കഥകളാണ് പറഞ്ഞത്. ആ കുട്ടികൾക്ക് ആധാർ കാർഡില്ല, ആ കുട്ടികൾക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റില്ല, ആ കുട്ടികൾക്ക് ടിക്കറ്റേ ഇല്ല, ആ കുട്ടികൾക്ക് മാതാപിതാക്കളുടെ അനുവാദമില്ല, അവർ പ്രായപൂർത്തിയായിട്ടില്ല. എന്തെല്ലാം നുണക്കഥകൾ! ഇതെല്ലാം പൊളിഞ്ഞിട്ടും ഇതൊന്നും കാണാതെ ഇപ്പോഴും ആ കന്യാസ്ത്രീകളെ തുറുങ്കിലടച്ചിരിക്കുന്നത് തികച്ചും ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് നിരക്കാത്തതാണ്. അത് പ്രതിഷേധാർഹമാണ്. ക്രൈസ്തവ സഭയെ ഇല്ലാതാക്കുക എന്നുള്ളത് ഏതെങ്കിലും മതപരിവർത്തനത്തിൻ്റെ പേരിലല്ല, മറിച്ച് ക്രൈസ്തവ സഭ നൽകുന്ന സമൂഹ പരിവർത്തനത്തിനുള്ള എതിരെയുള്ള നടപടിയാണിത്. ജനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടാകുന്നതും ജനങ്ങൾക്ക് നല്ല ജീവിത സാഹചര്യം ഉണ്ടാകുന്നതും ഒക്കെയെല്ലാം ജന്മികൾക്കും അതുപോലെ ഭൂർഷ്വാ ചിന്തകളുള്ള സമൂഹത്തിനും ജാതീയ മേൽക്കോയ്മ ചിന്തിച്ച് നടക്കുന്നവർക്കും ഉൾക്കൊള്ളാനാവാത്തതായ പ്രവർത്തനങ്ങളായതുകൊണ്ടാണ് ഇതുപോലുള്ള സന്യാസിനികളെ തുറുങ്കിലടക്കുവാനും ഇതുപോലെ ജനസേവ നടത്തുന്നവർക്കെതിരെ പോരാടാനും സ്റ്റാൻ സ്വാമിയെപ്പോലെ തുറുങ്കിലടച്ച് വധിക്കാനുമൊക്കെയെല്ലാം സമൂഹം ശ്രമിക്കുന്നത്. ഇത്തരം വിഭാഗീയ ചിന്തകൾ നടത്തുന്ന വ്യക്തികൾ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തരുണത്തിൽ ഒന്ന് പറയുകയാണുള്ളത്, ക്രൈസ്തവ സഭയുടെ ഇതര സ്ഥാപനങ്ങളിൽ 10,000 കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്.
ക്രൈസ്തവരും അക്രൈസ്തവരുമായിട്ടുള്ളവർ. അക്രൈസ്തവരായിട്ടുള്ള വടക്കേ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒത്തിരി പേര് കേരളത്തിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് നല്ല ജീവിത സാഹചര്യം, അവർക്ക് നല്ല ഭക്ഷണം, അവർക്ക് നല്ല ശമ്പളം ഇതൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് അവർ അവിടെ ജോലി ചെയ്യാൻ തയ്യാറായി വരുന്നത്. അങ്ങനെ ജോലി ചെയ്യാൻ തയ്യാറായി വരുമ്പോൾ ഏതാനും വർഷങ്ങൾക്ക് ജോലി ചെയ്ത് കഴിയുമ്പോൾ അവരുടെ നാട്ടിലെ മറ്റു മനുഷ്യരെക്കാൾ അല്പം കൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം അവർക്ക് ആർജിച്ചെടുക്കുവാൻ കഴിയുകയും അവർ ഇത്തരത്തിലുള്ള ബൂർഷ്വ ചിന്തയോടുകൂടെ അടിമ ചിന്തയോടുകൂടെ ഭരിക്കുന്ന മേലാളന്മാർക്ക് വിധേയപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറാകില്ല എന്നുള്ളതൊന്നും കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ക്രൈസ്തവ സഭയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. ഒന്നോർക്കുക, ക്രൈസ്തവ സഭയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആർക്കും കഴിയില്ല. എത്ര പീഡനങ്ങൾ പെരുകുന്നതനുസരിച്ച് സഭയിൽ ജീവൻ കൂടുകയേ ഉള്ളൂ. ഇന്ന് ഈ ഒരു പ്രവൃത്തി കൊണ്ടുകൊണ്ട് ബജ്രംഗദൾ തിരുസഭയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെങ്കിലും ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഇന്ന് അവർ തുറുങ്കിലടച്ചതുകൊണ്ട്, അവരെ 2 കന്യാസ്ത്രീകളെ തുറുങ്കിലടച്ചത് കൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ സന്ദേശം അല്ലെങ്കിൽ ക്രൈസ്തവ സന്ദേശം ഭാരതത്തിൽ മുഴുവനും എന്നല്ല ലോകം മുഴുവനിലേക്കും പടർന്നു വന്നിരിക്കുകയാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തിൻ്റെ ശിരസ് താഴ്ന്നു പോകത്തക്ക രീതിയിൽ നികൃഷ്ടമായ പ്രവൃത്തിയാണ് ഈ ബജ്രംഗദൾ പ്രവർത്തകർ ചെയ്തു കൂട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആ കന്യാസ്ത്രീകൾക്ക് നീതി എത്രയും വേഗം നടപ്പാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഞങ്ങളെല്ലാവരും നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ഞങ്ങളും ചെയ്യും. ഞങ്ങളുടെ ഇടയിലേക്ക് സ്നേഹത്തിൻ്റെ സന്ദേശവുമായി കേക്കും കിരീടവുമൊക്കെ ആയിട്ട് ഈ BJP പ്രവർത്തകർക്ക് വരുമ്പോൾ ഞങ്ങൾ ഇത് മറക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.